ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മൂന്നാമത്തെ റമദാൻ്റെ വിശേഷങ്ങളാണ്. അത്താഴത്തിന് എണീച്ചത് മുതലുള്ള വിശേഷങ്ങൾ ഷെയർ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിന്. കാര്യമായിട്ട് നമ്മൾ രാവിലെ അത്താഴത്തിന് എണീച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കും. പിന്നെ തലേദിവസം എന്തെങ്കിലും സ്നാക്കോ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കലാണ് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതാ മൊത്തത്തിൽ കിച്ചണ് ക്ലീൻ ആക്കിയിട്ടേ കിടക്കൂ. അതിന് മുമ്പായിട്ടില്ലേ മോനിക്ക് ക്ലാസ് ഉണ്ട്. ഓൻ്റെ ടിഫിൻ ബോക്സും കാര്യങ്ങളും യൂണിഫോം എല്ലാം അയൺ ചെയ്ത് വെച്ച് എന്നിട്ട് ഓനിക്ക് രാവിലെ കഴിക്കാനുള്ള മുട്ടയും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണ് മൊത്തം ക്ലീൻ ആക്കിയിട്ട് എന്താ പറയുക കിച്ചണിൽ പോകും കേട്ടോ. പിന്നെ രാവിലെ എണീച്ചാടിൽ തഹജ്ജുദ് നമസ്കരിക്കാൻ ശ്രദ്ധിക്കലുണ്ട്. എന്നിട്ട് അത്താഴം കഴിച്ചിട്ട് പിന്നെ സുബഹി നമസ്കാരവും മൂത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് കിടക്കും. എന്നിട്ട് മോനെ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് എണീക്കും. എക്കിയും മോനും കൂടിയിട്ട് പോവും. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടാവും. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിക്കും. ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യും. അലക്കിയത് ആറിടാനുണ്ടെങ്കിൽ അത് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് വേഗം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നില്ലേ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഐറ്റംസ് എല്ലാം വേഗം റെഡിയാക്കി എടുക്കലാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യമില്ലേ ഞാൻ കിച്ചണിലേക്ക് കയറലൊരു എന്താ പറയുക കഴിഞ്ഞ റമദാൻ്റെ ടൈമെല്ലാം ഞാൻ കിച്ചണിലേക്ക് ഒരു 4-5 മണിയാകുമ്പോൾ കയറും. പക്ഷേ ലാസ്റ്റ് ഭയങ്കര തിരക്കാവുന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം തീരുമാനിച്ചതാണ് രാവിലെ തന്നെ ഇങ്ങനെ കറിയും ചോറെല്ലാം ബിരിയാണിയെല്ലാം ഉണ്ടാക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐറ്റംസ് റെഡിയാക്കണം. അപ്പോൾ അതിൻ്റെ ഐറ്റംസ് എല്ലാം സലാഡിൻ്റെ അടക്കം ഐറ്റംസ് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തതിനാലില്ലേ ആ വേസ്റ്റെല്ലാം ഒരുമിച്ച് തന്നെ പോവുകയും ചെയ്യും. കിച്ചണ് കൂടുതൽ അലങ്കോലമായിട്ട് മാറൂല. കാര്യം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും ക്ഷീണവും കാര്യങ്ങളെല്ലാം ഇരിക്കും. പിന്നെ ആ ബിരിയാണിക്കുള്ള ഐറ്റംസ് എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സലാഡിൻ്റെ ഐറ്റംസും എല്ലാം റെഡിയാക്കി വേസ്റ്റ് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ടിട്ട് കളയലാണ് കേട്ടോ. ഇനിയിപ്പം അതെല്ലാം കഴുകി ക്ലീൻ ആക്കി എടുക്കട്ടെ. നോമ്പ് തുറക്കുന്ന ടൈമിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളെല്ലാം ഇരിക്കില്ലേ തുറന്നു കഴിഞ്ഞാൽ. അത് കുറച്ച് കുറയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയം പച്ചവെള്ളത്തും അതുപോലെ തന്നെ ഈത്തപ്പഴവും കുടിച്ചിട്ട് നോമ്പ് തുറക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഫസ്റ്റ് ഫ്രൂട്ട്സ് കഴിക്കാം. എന്നിട്ടില്ലേ നമ്മൾ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് മാത്രം സ്നാക്കും കാര്യങ്ങളും കഴിക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പില്ലേ നമുക്ക് കറക്റ്റായിട്ട് എന്താ പറയുക നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. അപ്പം ആ ഒരു വയറിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം കുറേ കുറഞ്ഞു കിട്ടും കേട്ടോ. നോമ്പ് തുറന്ന പാടില്ല ഒരു എന്തോ ഒരവസ്ഥ ഉണ്ടാവില്ലേ, അതെല്ലാം കുറേ മാറിക്കിട്ടും. ചെയ്യാത്തവർ ചെയ്ത് നോക്ക്. എനിക്ക് എന്താ പറയുക ഭയങ്കര ഉപകാരമായിട്ട് തോന്നലുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കാലം ഇങ്ങനെ തന്നെയാണ് നോമ്പ് തുറക്കൽ. നമസ്കാരം കഴിഞ്ഞിട്ട് മാത്രമേ സ്നാക്കും കാര്യങ്ങളെല്ലാം കഴിക്കൂ. അങ്ങനെ ആകുമ്പം നല്ല ആശ്വാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് തറാവിയ നമസ്കരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരിക്കും പെട്ടെന്ന് നമ്മൾ നോമ്പ് തുറന്നാട് ജ്യൂസല്ല സ്നാക്സും കാര്യങ്ങളെല്ലാം കഴിക്കുമ്പം. ഇതാകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് കഴിച്ച് പിന്നെ നമസ്കാരം കഴിഞ്ഞ് എന്നിട്ടല്ലേ നമ്മൾ സ്നാക്ക് കഴിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് തറാവിയ നമസ്കരിക്കാനെല്ലാം നല്ല ഉന്മേഷം ഉണ്ടാവും കേട്ടോ. ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാനെല്ലാം കഴുകി ക്ലീനാക്കി എന്താ പറയുക ബിരിയാണിക്കുള്ള ഉള്ളിയും കാര്യങ്ങളെല്ലാം കട്ടാക്കി റെഡിയാക്കി എടുക്കലാണ്. ഇങ്ങനെ ആകുമ്പം എന്താ പറയുക നമ്മളെല്ലാം രാവിലെ തന്നെ ഇതുപോലെ ചെയ്ത് റെഡിയാക്കി വെക്കുകയെന്നുണ്ടെങ്കിലേ നമുക്ക് ലോറ് നമസ്കാരം എല്ലാം കഴിഞ്ഞ് കുറച്ച് ഓതാനും അതുപോലെ തന്നെ കുറച്ച് കിടക്കണം റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ടൈം കിട്ടും. ലാസ്റ്റ് മിനിറ്റ് മാത്രം കിച്ചണിലേക്ക് വന്നാൽ മതി. കിച്ചണിലാണെങ്കിൽ അലങ്കോലായും ചെയ്യില്ല. ഫ്രൂട്ട്സും കാര്യങ്ങളും കട്ടാക്കിയതും ജ്യൂസ് അടിച്ച വേസ്റ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് മൊത്തത്തിൽ അലങ്കോലാവില്ല. നീറ്റായിട്ടുണ്ടാവും കിച്ചണ്. ഇനിയിപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള പാത്രമെല്ലാം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഉള്ളി ആദ്യം ഫ്രൈ ആക്കി എടുക്കലാണ്. ഞാൻ തലശ്ശേരി മട്ടൻ ദം ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ പല ടൈപ്പിൽ ബിരിയാണി റെസിപ്പി ഷെയർ ആക്കിയിട്ടുണ്ട്. കാണാത്തവർ കണ്ടോക്കുക. ഇർഫാന ഷംഷീർ ബിരിയാണി റെസിപ്പിന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ മന്തി റെസിപ്പീസ് ഒരുപാട് സ്നാക്സ് റെസിപ്പീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടോക്കുക കേട്ടോ. ഇന്നെന്തായാലും ഞാനില്ലേ സ്നാക്ക് ഉണ്ടാക്കുന്നില്ല. സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാര്യം ബിരിയാണി ഉണ്ടാക്കിയ ദിവസം ഞാൻ സ്നാക്ക് ഉണ്ടാക്കലില്ല. ഞാനിപ്പം 1.5 കിലോ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഗീയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 6
വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 6 മതി, ചെറുതാണെങ്കിൽ ഒരു 8 ഉള്ളി എടുക്കുക കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയിലാണെന്നുണ്ടെങ്കിൽ 8 എടുക്കുക. എന്നിട്ട് പകുതി ഉള്ളിയിൽ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കലാണ്. പകുതി ഉള്ളി വാട്ടിയിട്ട് കുക്കറിലിട്ടിട്ട് വാട്ടിയിട്ട് മട്ടൻ്റെ കൂടെ വേവിച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ കുക്കറെല്ലാം അടുപ്പത്ത് വെക്കലാണ്. പിന്നെ ഇത്ര അധികം ബിരിയാണി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, കുറച്ച് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കണം. അതുപോലെ തന്നെ ബിരിയാണിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വീട്ടിൻ്റെ അരുവത്തായിരിക്കെങ്കിലും ഞാൻ അങ്ങനെ കൊടുക്കലുണ്ട് കേട്ടോ. നോമ്പിൻ്റെ ടൈം പ്രത്യേകിച്ചും അങ്ങനെ കൊടുക്കും. ഇനിയിപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ കട്ടാക്കിയിട്ട് എടുക്കലാണ്. പിന്നെന്താ, കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ട്. അതിന് കുറേ ആൾക്കാരെ കമൻറ്റ്സ് എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ അത് വായിച്ചിട്ട് എന്താ പറയുക, റീപ്ലൈ കൊടുത്തിട്ടില്ല. അങ്ങനെ പിന്നില്ലേ, തഹജ്ജുദെല്ലാം നമസ്കരിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ റമദാൻ്റെ ടൈം നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. ആ കാര്യം നമ്മൾ എന്തായാലും അത്താഴത്തിനെല്ലാം എണീക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്താഴത്തിന് എണീച്ച് ഒന്ന് ഫ്രഷായ എന്താ പറയുക, ഫ്രഷായി കഴിഞ്ഞോടെ തന്നെ വേഗം ഉള്ളു കൊടുത്തിട്ട് എന്താ പറയുക, തഹജ്ജുദ് അങ്ങ് നമസ്കരിക്കുക. അത് കഴിഞ്ഞിട്ട് അത്താഴം കഴിച്ച് പിന്നെ സുബഹ് നമസ്കാരം ഓത്തും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ നമ്മൾ ഈ ഒരു മാസം അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാലില്ലേ, നമുക്കതൊരു റൂട്ടീനായിട്ട് മാറും. നമുക്ക് എന്താ പറയുക, നമ്മൾ തന്നാലെ തന്നെ എണീക്കും, തഹജ്ജുദ് നമസ്കരിക്കാൻ തുടങ്ങും. അതൊരു ശീലമായിട്ട് മാറും കേട്ടോ. ചെയ്ത് നോക്കാത്തവർ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോ, നല്ലൊരു കാര്യമല്ലേ തഹജ്ജുദെല്ലാം നമസ്കരിക്കുക എന്ന് പറയുമ്പം. ഭാഗ്യമുള്ളവർക്ക് മാത്രമേ അത് നമസ്കരിക്കാൻ കഴിയൂ. അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മാത്രമേ അതിലുള്ള ഭാഗ്യം കൊടുക്കൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും അവരിൽ ഉൾപ്പെടട്ടെ. ഞാനീ പറയുമ്പോൾ ഞാൻ ഭയങ്കര ദീനൊന്നുമല്ല കേട്ടോ. എനക്കും മടിയും കാര്യങ്ങളും ഉണ്ടാവും, നമസ്കരിക്കാത്ത സമയം ഉണ്ടാവും, എന്താ പറയുക, തഹജ്ജുദ് നമസ്കരിക്കാത്ത ടൈം ഉണ്ടാവും. അപ്പം എന്താ പറയുക, മാക്സിമം നമ്മൾ ശ്രമിക്കുക. നമ്മൾ ദീനെന്ന് പറയുന്നത് കൂടിയും കുറഞ്ഞിരിക്കും. ഓരോരു സമയം നമുക്ക് ഒന്നിനും തോന്നൂല, മടിയായിരിക്കും. ഓരോരു സമയമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ദീനായിരിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഖുർആൻ ഓതാനെല്ലാം ഭയങ്കര ആവേശമായിരിക്കും. അതെല്ലാവർക്കും ഒരുപോലെ തന്നെയായിരിക്കും കേട്ടോ. കാര്യം നമ്മൾ ദീന് കൂടിയും കുറഞ്ഞിരിക്കും. അങ്ങനെ അപ്പോൾ അതിനൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് കുറയുമ്പം കൂട്ടിക്കൊണ്ടിരുത്ത് നമ്മളെ കടമ. അങ്ങനെ പിന്നെന്താ, ഞാനില്ലേ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പകുതി ഉള്ളി ഞാൻ പറഞ്ഞിട്ടില്ല, പകുതി ഉള്ളിയോളം ഫ്രൈ ആക്കി എടുക്കുക. അപ്പുറം കുക്കറിലില്ലേ ബാക്കി പകുതി ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ബൾബ് വെളുത്തുള്ളിയും 2-3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി, പിന്നെ 11 പച്ചമുളകും കൂടി ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ബിരിയാണീൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം കോഴിക്കോടിൻ്റെ ബിരിയാണിയാണ് കേട്ടോ. നമ്മൾ നാട്ടിലത്തെ ബിരിയാണി ഉണ്ടാവില്ലേ, അതിൽ ഏറ്റവും ഇഷ്ടം ഞാൻ കോഴിക്കോടിൻ്റെ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഉണ്ടാക്കാനും എളുപ്പമാണ്. പിന്നെ തലശ്ശേരി ബിരിയാണിയാണ് സെക്കൻഡ്. അങ്ങനെ പിന്നെ പുറം നാട്ടിലത്തെല്ലാം ബിരിയാണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഹൈദരാബാദ് ബിരിയാണിയാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ എന്താ പറയുക, ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിൻ്റെ റോസ്മെല്ല് മാറിയാൽ ഞാനിതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 തക്കാളിയാണ്. തക്കാളീൻ്റെ അളവ് കുറക്കാം കേട്ടോ, കാര്യം ബിരിയാണീൻ്റെ കളറേ ചേഞ്ച് ആവും. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണിലും കുറച്ച് കൂടുതൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ച് മട്ടൻ ഇട്ട് കൊടുക്കുക. ഈ മട്ടനാണെന്നുണ്ടെങ്കിലേ വാങ്ങിയിട്ട് എന്താ പറയുക, ഭയങ്കര കച്ചറുള്ള ഒരു ടൈപ്പ് മട്ടന്. അത് ഞാൻ എന്താ പറയുക, ചെറുതായിട്ട് കൊത്തിയരുന്ന പോലത്തെ ഒരു ഫീല്. നല്ലോണം കഴുകിയിട്ടും ആ ഒരു കൊട്ടിൻ്റെ പൊടിയും കാര്യങ്ങളൊന്നും പോകുന്നില്ല. ഞാൻ ഏകദേശം കുറേ കഴുകിയിട്ടുണ്ട്. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, അതിന് മട്ടൻ കഴുകുന്നത് എന്താ പറയുക, മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനെഗറോ ഉപ്പെല്ലാം ഇട്ടിട്ട് കഴുകിക്കഴിഞ്ഞാൽ നല്ലതാണ് മോളെ, നല്ല ക്ലീൻ ആവും എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കഴുകിയിട്ടുണ്ട് കേട്ടോ. വിനെഗർ ഇട്ടിട്ടുണ്ടായിന്, മഞ്ഞളിടാൻ എനിക്ക് വിട്ടുപോയിട്ടുണ്ടായിന്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ഫ്രൈ ആക്കി വെച്ച ഉള്ളിയില്ലേ അതെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കൈപ്പിടി നിറയെ മല്ലിയില പുതിനയിലും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടില്ലേ കുക്കർ അടച്ച് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കുക, പക്ഷേ ഞാൻ ഇട്ട് കൊടുക്കലില്ല. പിന്നെന്താ, എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു ടൈം ചേർത്ത് കൊടുക്കണം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് കുക്കർ 8 വിസിൽ വരെ വേവിച്ചെടുക്കുക.
അപ്പോഴേക്കും നമ്മുടെ മട്ടനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. മട്ടനിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, മട്ടനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ലാസ്റ്റ് കുക്കർ ഓപ്പൺ ആക്കിയിട്ട് ആ വെള്ളമെല്ലാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ റൈസ് ഞാൻ എടുക്കലാണ്. ഞാനില്ലേ 6 കപ്പ് അരിയാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 1.5 കിലോനുണ്ടാവും. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ആർക്കെങ്കിലും കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പാത്രത്തിലാക്കുക എന്ന് പറയും, വേറെ ആക്കണമെന്ന് പറയും. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ കൊടുക്കും. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കലുണ്ട്. പിന്നെ ബിരിയാണിയിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത്താഴത്തിനും നമ്മൾ ഇത് തന്നെയാണ് കേട്ടോ കഴിക്കൽ. പിന്നെ അത്താഴത്തിന് നമുക്ക് ചായ നിർബന്ധമാണ്. എൻ്റെ മൂക്കെല്ലാം ചായ കുടിച്ചിട്ടില്ലെങ്കിൽ തലവേദന എന്ന് പറയും മൂത്തമോക്ക്. അതുകൊണ്ട് ചായ എന്തായാലും കുടിക്കലുണ്ട് കേട്ടോ. ഇക്ക ചായ വേണ്ടാന്നാന്ന് പറയല്. ഞാനും എൻ്റെ മോളെല്ലാം ചായ കുടിക്കും. ചായ കുടിച്ചിട്ടില്ലെങ്കിൽ വൈകുന്നേരം വരെ നിൽക്കുമ്പോൾ ഒരു ഭയങ്കര തലവേദന ഫീൽ ചെയ്യും. അതുകൊണ്ട് പിന്നെ ചായ കുടിക്കും. ഇനിയിപ്പോൾ ഇതാ ഞാൻ കാഷ്യൂനട്ടും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഉള്ളിയൊന്നും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം സെറ്റാക്കി എടുക്കലാണ്. ഈ ഒരു ടൈം തന്നെ ക്ലീനിങ് എല്ലാം ചെയ്യും കേട്ടോ. കുക്കിംഗ് ചെയ്യുമ്പം ഓരോന്നിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യില്ല. എല്ലാ പാത്രങ്ങളും കഴുകാനുള്ളത് അങ്ങനെ കഴുകിയെടുക്കും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഉള്ളി ഫ്രൈ ആക്കി ഓയിലിലേക്ക് തിളച്ച വെള്ളം 6 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ ഞാൻ എപ്പോഴും എടുക്കൽ. എന്നിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കറാമ്പ്, പട്ട, ഏലക്ക. കറാമ്പ് ഇട്ട് കൊടുക്കുമ്പം 3-4 കറാമ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ഒരു ബേ ലീഫ്, ഒരു പീസ് പട്ട, പിന്നെ 8 ഏലക്കായ പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഏലക്കാൻ്റെ ഫ്ലേവർ നല്ല അടിപൊളിയായിരിക്കും ബിരിയാണിക്ക്. എന്നിട്ടിതാ ഞാനില്ലേ കസ്റ്റേർഡ് ഉണ്ടാക്കാൻ വേണ്ടിക്ക് പാല് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈം തന്നെ ഞാൻ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുളിച്ച് ഫ്രഷ് ആയിട്ട് കുറച്ച് സമയം ഖുർആൻ ഓതാനിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാവിലെ തന്നെ എല്ലാം സെറ്റാക്കില്ല. ഞാനിപ്പം വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഒന്നിനും ടൈമില്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ആവുക. പിന്നെ ലാസ്റ്റ് ഭയങ്കര തിരക്കായിരിക്കും. ജ്യൂസ് ഒഴിക്കലും കിച്ചണും മൊത്തം അലങ്കോലമായിട്ടുണ്ടാവും, പാത്രങ്ങളുണ്ടാവും. പിന്നെ ആ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാലുള്ള ഗ്ലാസും കാര്യങ്ങളും കഴുകൽ എല്ലാമായിട്ട് പണിമപ്പണിയായിട്ട് നമ്മൾ പണിമപ്പണി എന്ന് പറയല് അങ്ങനെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാം നേരത്തെ തന്നെ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതാ വെള്ളം തിളച്ച് വന്നേരില്ല, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുകി ക്ലീൻ ആക്കിയ. ഇപ്പുറം ഞാൻ കസ്റ്റേർഡിന് വേണ്ടിയിട്ട് കസ്റ്റേർഡ് പൗഡർ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കസ്റ്റേർഡ് എല്ലാം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. നിങ്ങൾക്ക് അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാം. ഞാനിപ്പം ചേർക്കുന്നില്ല, മിൽക്ക് മെയ്ഡ് ഞാൻ ചേർത്ത് കൊടുക്കലാണ് കേട്ടോ. മധുരത്തിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര മധുരത്തിന് ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് വെച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മനസ്സിൽ തോന്നിയൊരു കാര്യം ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്. എക്സ്ട്രാ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ ആഡ് ചെയ്യുന്നു മാത്രം. അപ്പോൾ ഇതാ ഞാൻ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കലാണ്. ഇപ്രാവശ്യമില്ലേ റമദാൻ്റെ ടൈം ഞാൻ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അതിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടിടും, ഒരു മിൽക്ക് മെയ്ഡ് വിളിച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ശ്രദ്ധയില്ലാത്ത പോലെ ആണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യൽ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാക്കില്ലേ ഉമ്മ ഉണ്ടായിട്ടില്ല. അപ്പം ഇവർ 3 ഏട്ടത്തിമാരെ അനിയത്തിമാരെല്ലാം ആണ്. അങ്ങനെ അവർക്ക് ഇങ്ങനെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ ജീവിക്കാനൊന്നും അറിയില്ല. അവരുടേതായ രീതിയിൽ ഭയങ്കര ചിലവ് കൂടിയ ജീവിതമാണ് കേട്ടോ അവരത്. പിന്നെ മക്കൾ വന്നതിന് ശേഷമൊന്നും മക്കളാണ് കുറച്ചും കൂടി കൺട്രോളിൽ ജീവിക്കാൻ തുടങ്ങിയത്. അപ്പം എൻ്റെ ഉമ്മല്ലാന്നുണ്ടെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ടാക്കും, കുറേ എന്താ പറയുക ഭയങ്കരമായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് അങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ വളർന്നിനി. ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം കുറേ ചെയ്യുക, ഡ്രസ്സ് വാങ്ങുന്നുണ്ടെങ്കിൽ കുറേ വാങ്ങുക, അങ്ങനെ ഭയങ്കര എല്ലാം കുറേ എന്താ പറയുക എനിക്കെങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര ചിലവ് കൂടിയ ടൈപ്പ് ജീവിതമൊന്നും ഇവർ ഏട്ടത്തിമാരും അനിയത്തിമാരും എല്ലാം ആയിട്ട്. എന്താ പറയുക അവരിപ്പം ചിലവ് കുറക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസം അവർ ചിലവ് കുറക്കുക, കറണ്ട് ബില്ല് കുറക്കുക, അത് കുറക്കുക ഇത് കുറക്കുക എന്നെല്ലാം വിജയിച്ച് ജീവിച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വഴി അത് ചിലവാകുന്നതെന്ന് അവർ പറയല്. ഇതുവരെ പഠിച്ചോ മുട്ടിച്ചിട്ടൊന്നുമില്ല, അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചത്, ഇനി അങ്ങോട്ടും അങ്ങനെ ജീവിക്കുമെന്നാണ് അവർ പറയല് കേട്ടോ. എല്ലാ കാര്യവും തന്നെ ഒരു സാധാരണ ആൾക്കാർ അരിൻ്റെ വില നോക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ ചെയ്യുക. പക്ഷെ ഇവർ സർഫിൻ്റെ വിലയോ അരിൻ്റെ വിലയോ ഒന്നും നോക്കില്ല, സൂപ്പർ മാർക്കറ്റിൽ കയറും എല്ലാ സാധനവും എടുത്തിട്ടിടും. അങ്ങനത്തെ ഒരു ലൈഫാണ് കേട്ടോ അവരെ. അത് കണ്ടിട്ടാണ് നമ്മളും അങ്ങനെ വളർന്നത്. പക്ഷേ
ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കുറച്ച് കുറച്ച് യൂസ് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് ഞാൻ ഇപ്രാവശ്യിക്കാനോട് പറഞ്ഞിട്ടുണ്ട്, അതിന് ഫ്രൂട്ട്സ് ഒന്നും അധികം വാങ്ങണ്ട, ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്തിട്ടിടണ്ട. കാര്യം നമ്മൾ കഴിക്കുന്നതിലും കൂടുതൽ വേസ്റ്റ് ആക്കലാണ് അധികവും. അപ്പം വേസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കഴിക്കാത്ത ഒരുപാട് പേരുണ്ടാവും, ഇതൊന്നും കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പം ഭക്ഷണം ഉണ്ടാക്കിയാൽ തന്നെ അത് ബാക്കി വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ മോശമാവുന്ന മുമ്പേ അത് ചൂടോടെ തന്നെ ഒരാൾക്ക് സെർവ് ചെയ്തിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർ നോമ്പ് തുറന്ന പ്രതിഫലവും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്നത് കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ വാങ്ങുന്നത് പകുതിയാക്കി കഴിഞ്ഞാൽ വേറൊരാൾക്കും കൂടി വാങ്ങാനുള്ള പൈസ നമുക്കുണ്ടാവും. അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഇവരാരും കൊടുക്കാണ്ടൊന്നും നിൽക്കില്ല കേട്ടോ. എൻ്റെ ഉമ്മ അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം ദാനധർമ്മം ചെയ്യുന്ന കൂട്ടത്തിലാണ്. പക്ഷെ അതുപോലെ എൻ്റെ ഉമ്മ ചിലവാക്കിയിട്ട് ജീവിക്കുകയും ചെയ്യും. പഠിച്ചോനെ ഇതുവരെ മുട്ടിച്ചിട്ടില്ല എന്നാണ് പറയൽ. അങ്ങനെ പക്ഷേ അത്രയൊന്നും വേണ്ട, കുറച്ചിട്ട് ജീവിക്കണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ വീഡിയോൻ്റെ ആവശ്യത്തിന് നിങ്ങൾക്ക് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. റെസിപ്പിക്ക് വേണ്ടിയിട്ട് ചെയ്താലുമില്ലേ, ഞാൻ കുറേ ഐറ്റംസ് എടുത്തിട്ട് ഒരുപാട് ഉണ്ടാക്കലുണ്ട് ആദ്യമെല്ലാം. പക്ഷേ എന്നിട്ട് ഓരോരോ സ്ഥലത്ത് കൊടുക്കും. ഞാനത് കഴിക്കോ ഇല്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു കുറച്ച് മാത്രം ഉണ്ടാക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചെയ്യണമെന്ന്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോരോ രീതിയിലായിരിക്കുമല്ലേ ജീവിക്കുക. ഓരോരാളുടെ ലൈഫ് സ്റ്റൈൽ ഓരോരോ രീതിയിലായിരിക്കും. അപ്പോൾ ചിലർക്കത് കാണുമ്പം ആർഭാടമായിട്ട് തോന്നാം, എന്നാൽ അതിലും കൂടുതൽ ചിലവാക്കി ജീവിക്കുന്നവർക്ക് അത് നിസ്സാരമായിട്ടും തോന്നാം. അപ്പം ഓരോരാൾ വളർന്ന രീതിയിലേക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ ഇതാ കസ്റ്റേർഡ് റെഡിയാക്കി വെച്ചിട്ടില്ലേ, കുളിച്ച് ഫ്രഷായി നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ ബാങ്ക് കൊടുക്കാനായ ടൈം ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ട് മക്കൾ ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കി വെച്ച് തന്നിട്ടുണ്ടായിന്. ഞാനിത് അതിലേക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കലാണ്. എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും എടുക്കുക. പിന്നെന്താ പൈനാപ്പിൾ എടുക്കണ്ട. പൈനാപ്പിൾ നമ്മൾ ഷുഗർ സിറപ്പിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ എടുത്തോ കേട്ടോ. ഇനിയിപ്പോൾ ഞാനില്ലേ അതിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കലാണ്. ഞാൻ പണ്ടാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പം ഐസ്ക്രീമും ഒഴിച്ച് കൊടുക്കും, മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കും, ഫ്രഷ് ക്രീമും ഒഴിച്ച് കൊടുക്കും, എല്ലാം ചെയ്യും. പക്ഷേ ഞാൻ ഇപ്പം വിചാരിച്ചു ഐസ്ക്രീമിൽ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്, പിന്നെ എന്തിനാ അതിൽ കൂടുതൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഞാൻ അത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഐസ്ക്രീം മാത്രം ഒഴിച്ചിട്ട്. ഇനിതാ നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന കപ്പില്ലേ അതിലേക്ക് ഞാനിതാ കസ്റ്റേർഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് പാർട്ടിയിലെല്ലാം ഇതുപോലെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. കാര്യം കുറച്ച് മാത്രമേ കഴിക്കാൻ പറ്റൂ. നോമ്പെല്ലാം നോറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. വലിയ ഗ്ലാസ്സിലൊന്നും സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയൊന്നും നമ്മളെന്തായാലും കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നും. അങ്ങനെ എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് കസ്റ്റേർഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കോൺഫ്ലാക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്ക്, കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. നമ്മളിപ്പം പാർട്ടിയിലായാലും ഇഫ്താറിൻ്റെ ടൈമായാലും കുറേയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തതിനാലില്ലേ നമ്മൾ കുറേ ഐറ്റംസ് ഉണ്ടാക്കിയ ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. പിന്നെന്താ, ഇന്നലെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിനെ, അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മൊഞ്ചുണ്ടാവും കാണാൻ വേണ്ടിക്ക്. നല്ല ടേസ്റ്റും ആണെന്നിട്ട്, അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കഴിക്കാൻ വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാനിതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റേർഡിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഐസ്ക്രീമും ഉണ്ട്, പിന്നെ മിൽക്ക് മെയ്ഡ് കുറച്ച് ചേർത്ത് കൊടുത്തിനല്ലോ, അതുകൊണ്ട് പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നില്ലേ ഇന്നലെ എനിക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇർഫാന നിൻ്റെ ഇത്രയും നല്ല ഭാഗ്യമുള്ള ലൈഫ് എനിക്ക് കിട്ടിയിരുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടെന്തോ. എന്നിട്ട് ഞാൻ അതിന് റീപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ റീപ്ലൈ കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഇയാൾ ഏറ്റെടുക്കുകയെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ഭാഗ്യ ലൈഫ് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട്. ഒരാൾക്ക് സമ്പത്ത് ഉണ്ടാകുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കാര്യങ്ങളോ ഒന്നല്ല കേട്ടോ. ഭാഗ്യമെന്ന് പറയുന്നത് മനസ്സമാധാനത്തിലൊരു ദിവസം നമുക്ക് ജീവിക്കാൻ കഴിയുന്നതാണ് നമ്മളെ ഭാഗ്യം. നമുക്ക് ആരോഗ്യം ഉണ്ടാവുക, അതുപോലെ തന്നെ സന്തോഷം ഉണ്ടാവുക. ഒരു ദിവസം കഞ്ഞി കുടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരാണ് കേട്ടോ ഏറ്റവും വലിയ ഭാഗ്യവന്മാർ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല നമ്മളെ ലൈഫ്. പല പ്രശ്നങ്ങളുണ്ടാവും, പല പ്രയാസങ്ങളുണ്ടാവും, പല ദുഃഖങ്ങൾ
രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളതൊന്നും നെഗറ്റീവായ കാര്യങ്ങളല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി ടെൻഷനാക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഷെയർ ആക്കാത്തതാണ്. ഹാപ്പിനെസ് അല്ലേ കാണാൻ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ ഷെയർ ആക്കുന്നു മാത്രം. അതുകൊണ്ട് ഇതാണ് എൻ്റെ ലൈഫ് എന്ന് വിചാരിക്കേണ്ട. ഞാൻ കാരണം ഇരിക്കുന്ന ടൈം ഉണ്ടാവും, ഭയങ്കര ഡിപ്രഷൻ അടിച്ചിട്ട് നിൽക്കുന്ന ടൈം, എന്താ പറയുക, ഭയങ്കര ഡിപ്രഷൻ അടിച്ചിട്ട് ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നുന്ന സമയങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ മനുഷ്യന്മാർ തന്നെയല്ലേ നമ്മളും. ഈ ദുനിയാവിൽ 90% ദുഃഖവും 10% മാത്രം സന്തോഷം ഉണ്ടാവും. അപ്പോൾ ആ ഒരു 10% സന്തോഷം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാലില്ലേ ബാക്കിയുള്ള ദുഃഖങ്ങളെല്ലാം നമുക്ക് മറക്കാൻ പറ്റും. നമുക്ക് ഏതിലാണോ സന്തോഷം കിട്ടുന്നത്, ഇപ്പം എനിക്ക് കുക്കിങ്ങിലാണ് സന്തോഷം കിട്ടുന്നത്, ചിലർക്ക് ഗാർഡനിങ്ങിൽ കിട്ടും, ചിലർക്ക് മക്കളെ നല്ല വൃത്തിക്ക് നോക്കുമ്പം കിട്ടും. അപ്പോൾ നമുക്ക് ഏതിലാണോ സന്തോഷം കിട്ടുന്നത് ആ സന്തോഷം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാലില്ലേ പിന്നെ ദുഃഖങ്ങൾ നമ്മളെ ലൈഫിൽ ഉണ്ടെന്ന് പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. കാര്യം നമ്മളെ ബ്രെയിൻ മൊത്തത്തിൽ ഫോക്കസ് ചെയ്യുന്ന നമ്മൾ സന്തോഷത്തിലിരിക്കും. നമ്മൾ ദുഃഖം മാത്രം ചിന്തിച്ചിട്ടേ ഇരിക്കുമ്പം എനിക്കതില്ല ഇതില്ല അവൾക്കതുണ്ട് ഇതുണ്ടെന്ന് ചിന്തിക്കുമ്പില്ലേ നമ്മളെ ലൈഫിൽ എനിക്കില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. പക്ഷെ നിങ്ങൾക്കില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കും ഉണ്ടാവും. ഞാനിപ്പം എനിക്കില്ലാത്ത കുറേ കാര്യങ്ങൾക്ക് വേണ്ടിക്ക് സങ്കടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടൂല. ഇത്രയും ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടിട്ട് നല്ല നല്ല കമൻസ് ഇടൂല. കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്കെല്ലാം ഒരു പോസിറ്റീവ് എനർജിയാന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതൊന്നും കൊടുക്കാൻ എനിക്ക് കഴിയൂല. എൻ്റെ ദുഃഖങ്ങളിലേക്ക് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പം. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും ദുഃഖങ്ങളുണ്ട് കേട്ടോ. നമ്മൾ വീട് സ്വർഗ്ഗമാക്കണമെന്നുണ്ടെങ്കിൽ സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നമുക്ക് ആരും സന്തോഷം കൊണ്ട് തരൂല. നമുക്ക് എന്താണോ ഉള്ളത് അതിൽ അൽഹംദുലില്ലാ എന്ന് പറയുമ്പില്ലേ നമ്മളെ ബർക്കത്ത് കൂടി വരും. നമ്മളെപ്പോഴും നന്ദി പറയുന്ന ഹൃദയമായിരിക്കും. അത് മനുഷ്യന്മാരോടായിക്കോട്ടെ പഠിച്ചവനോടായിരിക്കട്ടെ, നമുക്ക് എന്ത് കിട്ടിയാലും അതിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാലില്ലേ കൂടുതൽ നമ്മൾ പഠിച്ചവനും മലക്കളോട് പറയും എൻ്റെ ദാസൻ എന്നോട് ശുക്ർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടി കൂട്ടി കൊടുക്കുമെന്ന്. അപ്പോൾ എപ്പോഴും നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാം. നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഇപ്പം കയ്യും കാലും ഇല്ലാത്ത മനുഷ്യന്മാർ പോലും ലൈഫിൽ നമ്മളെ മോട്ടിവേഷനായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നില്ലേ, അടിപൊളിയായിട്ട് ജീവിക്കുന്നില്ലേ. അവർ എനിക്ക് കയ്യും കാലും ഇല്ലാന്ന് ചിന്തിച്ചിട്ട് ഡിപ്രഷൻ അടിച്ച് ജീവിക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയുമോ? ഇല്ല. പഠിച്ചവന് ഓരോരുത്തർക്കും ഓരോരോ പ്രയാസങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഇതെനിക്ക് തന്നില്ല, എനിക്ക് കാണാനുള്ള കണ്ണും കൈയും എന്താ പറയുക നടക്കാനുള്ള കാലും എല്ലാം തന്നില്ലേ, അൽഹംദുലില്ലാ ഇതുകൊണ്ട് ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ജീവിക്കട്ടെ. ഈ വീഡിയോയിൽ കാണുന്നതൊന്നുമല്ല ലൈഫ്. ഇതെല്ലാം നമ്മളെ ഹാപ്പിനെസ്സിന് വേണ്ടിക്ക് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളെ ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. എപ്പോഴും നമ്മളെ നെഗറ്റീവിലേക്ക് നമുക്കില്ലാത്തതിലേക്ക് നോക്കുന്നതിന് പകരം നമുക്ക് എന്തുണ്ട് എന്നിലേക്ക് നോക്കാം. എന്നാലും വീട് എപ്പോഴും സന്തോഷത്തിലായിരിക്കും കേട്ടോ. നമ്മൾ ചെയ്യേണ്ട കാര്യം എപ്പോഴും പരാതിയുള്ള ഹൃദയമായിട്ട് ജീവിക്കാണ്ട് നമുക്ക് കിട്ടിയതിൽ ശുക്ർ പറയുന്ന എന്താ പറയുക താങ്ക്സ് പറയുന്ന ഹൃദയമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇല്ലേ ജ്യൂസ് അടിക്കാൻ പോലാന്ന്. ഞാൻ റൂഹഫ്സ വെച്ചിട്ട് വത്ത ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പാലൊഴിച്ചിട്ട് അന്നേരം നിൽക്കുക വന്നേ ഒക്കെ ഷോപ്പിൽ നിന്നൊരു എന്താ പറയുക ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പേ വരും കേട്ടോ. എന്നിട്ട് കാറിന് ജ്യൂസിലേക്ക് പാലൊഴിക്കേണ്ട എനിക്ക് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കി തന്നേന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാക്ക് സെപ്പറേറ്റ് വത്ത ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ. തണുപ്പും വേണ്ടാലോ, ഐസ് ഇടണോ? ഐസാക്കിട്ട് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് അത് എന്താ പറയുക
കസ്റ്റേർഡ് ഉണ്ടാക്കി. ഒരു സ്പൂൺ എടുത്തു ശംസിക്കാം. ഒന്ന് പൈല് കറുപ്പ് ബക്കറ്റില്ല, പുറത്തുമില്ല കറുപ്പ് ബക്കറ്റ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ റൂഹബ്സും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കില്ല ജ്യൂസും കൂടി അങ്ങനെ റെഡിയാക്കി എടുക്കലാണ്. ഇങ്ങനെ ഐസില്ലേ സിബ്ലോ കവറിലാക്കിയിട്ട് വെച്ചുകൊണ്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ലാസ്റ്റ് സമയം തണുത്ത ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഐസ് വെച്ചിട്ടില്ലെങ്കിൽ മറന്നു പോയിനെങ്കിലും ഭയങ്കര ടെൻഷനല്ലേ. പക്ഷെ എൻ്റെ ഫ്രിഡ്ജിൽ ഐസ് വരും, എന്നാലും രാത്രി ആകുമ്പോഴേക്ക് എന്താ പറയുക എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാലൊന്നും ഐസ് ഉണ്ടാവില്ല. അപ്പം ഞാൻ ടിപ്സിൻ്റെ വീഡിയോയിൽ കാണിച്ചതാണ്, കാണാത്തവർ കണ്ടുനോക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഫസ്റ്റ് റമദാൻ വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതും കാണാത്തവർ കണ്ടുനോക്കാം. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് വന്നിട്ടുണ്ടായിന്. താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളെ ലൈക്കും കമൻറ്റും കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ ഞാനെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം മൈസൂർ മനു അങ്ങനെ കട്ടാക്കി എടുത്ത് തന്നിട്ടുണ്ടായിന്. ഒരു എന്താ പറയുക സലാഡില്ലേ, അതും എല്ലാം അവർ കട്ടാക്കി എടുത്തുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ട് നോമ്പ് തുറക്കാൻ പോലാണ്. അപ്പോൾ ഈ ഐറ്റംസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബിരിയാണി ഉണ്ടായതുകൊണ്ട് പിന്നെ ബാക്കിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം കൂടി ആകുമ്പം കളയേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ ആക്കിയിട്ട് വെറുതെ നോമ്പിന് കഷ്ടപ്പെടണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആക്കിയിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ നോമ്പ് തുറക്കലാണ്. ഇപ്പുറം ഹിസിമനിയും ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോ അവരെ ആ ഭാഗത്ത് ഷൂട്ട് ചെയ്യാത്തതാണ്. നോമ്പുറക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ മഗ്‌രിബ് നമസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ ഒക്കെ തറാവയ്ക്ക് പോകുന്ന ടൈമാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുക. അങ്ങനെ ആകുമ്പം തറാവിയ നമസ്കരിച്ച് കഴിയുമ്പം കിടക്കാലോ എന്ന് വിചാരിച്ചിട്ട്, ഇല്ലാന്നുണ്ടെങ്കിലേ തറാവിയ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ കുറേ ടൈം താമസിക്കും. അങ്ങനെ അതുകൊണ്ട് എനിക്ക് തറാവിയ നമസ്കരിച്ച് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക തറാവിയ നമസ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാനും മക്കളും ഒരുമിച്ചിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് നമസ്കരിക്കലാണ്. കാര്യം മുഹമ്മദിനെ കൂട്ടിയിട്ട് പള്ളിയിൽ പോകാൻ കഴിയില്ല, ഓന് കരച്ചിലും കാര്യങ്ങളെല്ലാം ഇരിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ നമസ്കരിക്കുക. മൂന്നാളും കൂടിയിട്ട് അങ്ങനെ ഒരുമിച്ച് നമസ്കരിക്കലാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുട്ടികളോട് കുറച്ച് സമയം സംസാരിച്ചിട്ടെല്ലാം ഇരിക്കും. ഓരോ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കും. അങ്ങനെ എന്താ പറയുക അങ്ങനെയെല്ലാം തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു ദിവസത്തെ റമദാൻ റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അടിപൊളി ബിരിയാണിയാണ്, നിങ്ങൾ ട്രൈ ആക്കി നോക്കാം. എന്താ പറയുക മട്ടൻ തലശ്ശേരി മട്ടൻ ദം ബിരിയാണിയാണ്. കറക്റ്റ് അളവ് ഞാനെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിനി. എന്തായാലും ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ. പിന്നെ എൻ്റെ ഫസ്റ്റ് റമദാൻ വ്ളോഗ് കാണാത്തവർ പോയിട്ട് കാണണേ. ഓക്കെ, ബൈ.